ബ്രേക്കിംഗ് ന്യൂസ്. കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു ക്രൂര കൊലപാതകത്തിലെ 4 പ്രതികളെയും കോടതി വെറുതെ വിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതിവാദിയും ആയിരുന്ന ശ്രീ പവിത്രന്റെ കൊലപാതകത്തിൽ സാക്ഷികളായിട്ടുണ്ടായിരുന്ന 4 പേർ കൂറുമാറുകയുണ്ടായി എന്ന വാർത്ത നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. 2017 ആഗസ്റ്റിലാണ് പവിത്രൻ നിഷ്ഠൂരമായി കൊല്ലപ്പെടുന്നത്. ഈ കേസിൽ ശേഷിക്കുന്ന ഏക സാക്ഷിയായ ഭാസ്കരൻ കൂടി കൂറുമാറിയതോടെയാണ് ഇത്തരമൊരു വിധി കോടതിയിൽ നിന്നുണ്ടായത്. ഇതിൽ ഈ ഭാസ്കരൻ കൃത്യം നേരിട്ട് കണ്ടയാളുമാണ്, പവിത്രന്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളതുമാണ് വിധിക്ക് ശേഷം ഏവരെയും അമ്പരപ്പിച്ചിട്ടുള്ള കാര്യം. പ്രതികളായ 4 പേർക്കും പരമാവധി ശിക്ഷ കിട്ടുമെന്ന ഉറപ്പും ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കൂറുമാറ്റം അക്ഷരാർത്ഥത്തിൽ പൊതുസമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മോനെവിടെ ഇരിക്കേ? പറയട്ടെ, മോനിരിക്കേ. അമ്മ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞല്ലേ വലിച്ചൻ ചതിക്കൂന്ന്. അങ്ങനെ തന്നെ ആയില്ലേ അമ്മ? ഇപ്പോ അച്ഛനെ കൊന്നവരോടൊപ്പം ചേർന്നില്ലേ? വിടില്ലേ ഞാൻ അയാളെ? കൊല്ലും ഞാൻ അയാളെ. വേണ്ട മോനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊക്കെ വെറും പുഴുക്കളാണ്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാണ്. അമ്മ അപ്പൊ അച്ഛനെ കൊന്നവരെയും ഈ വല്യച്ഛനെ ഒന്നും ചെയ്യണ്ടെന്നാണ്? മോൻ നന്നായി പഠിക്കണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ നല്ലൊരു ടീച്ചറാകണം. മണ്ണിനെയും മനുഷ്യനെയും മനുഷ്യ സ്നേഹത്തെയും കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വെറുപ്പും വിദ്വേഷവും കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ അവരെ വെറുതെ വിടാനോ എന്നാണോ അമ്മ പറയുന്നേ? അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. അവരോട് ദൈവം ചോദിക്കും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ വിഷമിക്കരുത്. മോനെ നന്നായി വളർത്തണം. ചേട്ടനുണ്ടാവും നിങ്ങളുടെ രക്ഷയ്ക്ക്. നിന്റെ മുന്നിൽ നേരെ വന്ന് നിൽക്കാനുള്ള യോഗ്യത നഷ്ടമായവനാണ് ഞാൻ. ഈ ചേട്ടനോട് നീ ക്ഷമിക്കണം. എന്നെ വെറുക്കരുത്. ഈ വല്യച്ഛനെ വെറുക്കരുതെന്ന് മോനോടും പറയണം. എൻ്റെ പവിക്ക് നീതി നേടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്ക് എന്നെ അവർ സമ്മർദ്ദത്തിലാക്കി. നിന്നെയും മോനെയും കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. അതാ എനിക്ക് അങ്ങനെ കോടതിയിൽ മാറ്റി പറയേണ്ടി വന്നത്. പക്ഷേ എനിക്ക് എന്നേക്കാൾ ഇഷ്ടം എൻ്റെ പവിയായിരുന്നു. എൻ്റെ ജീവനായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് നഷ്ടമാക്കിയ നീതി അവന് നേടിക്കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഭാസ്കരൻ ചേട്ടാ, നിങ്ങള് മുത്ത, ഞങ്ങളുടെ മുത്ത്. പോടാ, മുത്തല്ല, ദൈവം, സാക്ഷാൽ ദൈവം നമുക്കൊക്കെ ആയുസ് നീട്ടി തന്ന ഉടയതമ്പുരാൻ. അതെ അതെ, ഇല്ലേ കാണായിരുന്നു. നമ്മൾ നാലിൽ നിന്ന് തൂങ്ങി ആടിയനെ. ശരിയാ ഭാസ്കര,
നിങ്ങൾ ഒറ്റ ഒരാളാണ് ഞങ്ങളുടെ 4 പേരുടെ ജീവൻ രക്ഷിച്ചത്. ചേട്ടൻ ഇത് തീർക്കുന്നില്ലേ? നീ എന്താ അത് പറയാത്തത്? പറയ്, അത് പറയ്, പറ. ഞങ്ങളിനി അതേക്കുറിച്ചൊന്നും പറയാത്തോണ്ടാണ്. ശരിയാ, അതാവാൻ കാരണം ഞങ്ങളുടെ ജീവൻ തീയെ തന്നതിന് ഭാസ്കരൻ എന്താ വേണ്ടത്? ഞങ്ങള് എന്തും തരും. ചേട്ടൻ പറഞ്ഞാ മതി. ഞാൻ തരും. പണമോ പവനോ എന്താന്ന് വെച്ചാ ചേട്ടൻ പറഞ്ഞാ മതി, ഞങ്ങള് തരും. ഉത്തമാലയും പാർട്ടിക്കാരും തരാന്ന് പറഞ്ഞ അവിടെ നിക്കട്ടെ. ഞങ്ങളുടെ ജീവന്റെ വാ. ഇയാളെ എവിടെ പോകണം? അതെ, ഉത്തമൻ മുതലാളി നാളെ നിങ്ങളെയും വിളിച്ചുകൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങേരുടെ കണ്ണിലെ കാരണല്ലേ പവിത്രേ? അങ്ങേർക്ക് മാത്രമല്ല, സർവത്ര കരടായിരുന്നു അവൻ. ഒരു വികസന വിരോധി. എത്രയാണ് മുന്നറിയിപ്പ് കൊടുത്തത്? വല്ലതും വാങ്ങിച്ച് ആകെയുള്ളൊരു കൊച്ചിനെയും പഠിപ്പിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ളതിന് പകരം നാട് നന്നാക്കി അടങ്ങും. ഇനി ഈ നാട്ടിൽ ഇതുപോലെയുള്ള അച്ചുകണ്ടകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ അല്ല, പണവും രാഷ്ട്രീയവും പവറും ചേർന്ന അച്ചുകണ്ട്. അതെ, അവിടെ പവിത്രനെ പോലുള്ളവർക്കൊന്നും ഒരു പുല്ലും ചെയ്യാനാവില്ല. അന്നവനെ കൊല്ലണമെന്ന് വിചാരിച്ചല്ല, ഒന്ന് താക്കീത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവന് മുട. അപ്പൊ ഞാൻ കത്തിയെടുത്തു. അതൊക്കെ വിട് രവി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ചേട്ടൻ പറ, ചേട്ടൻ എന്താ വേണ്ടത്? ഇത് തീർത്തില്ലേ? അത് അങ്ങോട്ടെടുത്ത് പിടിച്ചേ, അപ്പൊ ഷറാവും. ചേട്ടൻ എന്താന്ന് വെച്ചാ പറ, ഞങ്ങള് തരും. ഭാസ്കര, നീ അത് പറ. വേണ്ട, ഞാൻ എടുത്തോളാം. ചേട്ടൻ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? കട്ടൻ കുടിക്ക്. ഓഹോ, അതോർത്തിരിക്കുകയാണോ? അവന്മാരൊന്നും ചെയ്യില്ല. ചേട്ടനിത് കുടിക്ക്.
അങ്ങനെയല്ലടാ, അവന്മാരെ പേടിക്കണം. എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്മാരാ. അവരെന്തേലും ചെയ്തുകൊണ്ട് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നീ ഒരാൾ മാത്രം വിചാരിച്ച് ഈ നാട് തന്നാമോ? ഇല്ലല്ലോ. തെറ്റ് കണ്ടാൽ അച്ഛനോടായാലും ചോദിക്കണമെന്ന് കുഞ്ഞുനാളിലെ പഠിപ്പിച്ച ചേട്ടനാണോ എന്നോടിങ്ങനെ പറയുന്നത്? ചേട്ടനറിയോ, അവർ ഈ നാട് നശിപ്പിക്കും. ദുരന്തങ്ങളിവിടെ തുടർക്കഥയാകും. നിരപരാധികളാവും അതിലൊടുങ്ങുന്നതിലേറെയും. അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം ഒഴുകിപ്പോകും. ഈ മണ്ണ് കാത്തു സംരക്ഷിക്കേണ്ടതും നമ്മളൊക്കെ തന്നെയല്ലേ ചേട്ടാ? നിന്നെ ഓർത്തുള്ള ആദി കൊണ്ടാടാ. നീയല്ലാതാരാ എനിക്ക്? എന്താ പവിത്ര? ഒന്നുമില്ല ചോറെ, പരിചയക്കാരാ. നിങ്ങൾ ശരി ശരി ശരി. പോട്ട് പോട്ടെ, കാര്യമാക്കല്ലേ. നമുക്ക് സംസാരിക്കാം. നിങ്ങളിപ്പോ പോ. താൻ പോടോ. പവിത്ര, ഇനി താക്കീതുമല്ല നിനക്ക്. ഈ നാട്ടിൽ മറ്റാർക്കില്ലാത്ത കുഴപ്പം നിനക്ക്. നീ ആരാടാ ഇതൊക്കെ സംരക്ഷിക്കാൻ? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കടാ. ഇവനോടൊന്നും ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇവന്റെ കയ്യും കാലും ചവിട്ടി പിടിച്ച് ചതുപ്പിലെറിയണം. നിങ്ങളത് സമാധാനപ്പെട്, നമുക്ക് സംസാരിച്ച് തീർക്കാം. ഞാൻ പറയുന്നത് നിങ്ങളത് കേക്ക്. തന്നോടല്ലേ പോവാൻ പറഞ്ഞേ? മറ്റന്നാ ഇവിടുന്ന് ആദ്യത്തെ ലോഡ് പോവും. പറ്റുമെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്ക്. നിങ്ങളുടെ ഭീഷണിയൊന്നും എന്നെ നിശബ്ദനാക്കില്ല. നിങ്ങളേറ്റ കൊട്ടേഷനല്ലേ, അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ. പക്ഷെ എനിക്ക് ശേഷവും ഈ നാടിനു വേണ്ടി ശബ്ദിക്കാൻ ഒരാളെങ്കിലും വരും. അതാണ് ചരിത്രം. വരും തലമുറക്കായി കാത്തു സൂക്ഷിച്ചതാണ് ഈ മണ്ണും മരങ്ങളും മലകളും. ഇതിന്റെ നേരവാശി നിങ്ങളോ ഞാനോ അല്ല, അതോർത്തോളൂ. വാ ചേട്ടാ, കയറ്. വിടരുതവനെ, വിടരുതവനെ. അയ്യോ, അനിയനെ ഒന്നും ചെയ്യല്ലേ. അവനെ വിട, അവനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, അവനെ എനിക്കൊന്നും കാണാനുള്ള ശക്തി. എന്റെ ദൈവമേ.
നഷ്ടമാക്കിയ നീതി അവന് നേടിക്കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അയ്യോ, രാധേ, എടി രാധേ, ഓടിവാ, ഒന്നിങ്ങി വാ, ഓടിവാടി. അവന്മാരെ നാലെണ്ണത്തിനെ തീർത്തിട്ടാ ഭാസ്കരേട്ടനത് ചെയ്തത്.